ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പ്രതിരോധ ബജറ്റിൽ 7.85 ലക്ഷം കോടി രൂപ. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാഹചര്യങ്ങളും ഓപ്പറേഷൻ സിന്ദൂർ ഉയർത്തുന്ന പുതിയ വെല്ലുവിളികളും മുൻനിർത്തി രാജ്യം അതിന്റെ പ്രതിരോധ മേഖലയെ അടിമുടി പരിഷ്കരിക്കാൻ ഒരുങ്ങുന്നു. 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റിൽ പ്രതിരോധ വകുപ്പിനായി 7.85 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. സുരക്ഷാ സജ്ജീകരണങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ വിഹിതം. സായുധ സേനയെ അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ സജ്ജമാക്കുന്നതിനായി 2.19 ലക്ഷം കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 21.84% ഗണ്യമായ വർധനമാണിത്. 2026 പ്രതിരോധ മന്ത്രാലയത്തിന്റെ മൂലധന ചെലവ് 1.8 ലക്ഷം കോടിയായിരിക്കുമെന്ന് നേരത്തെ കരുതിയിരുന്നെങ്കിലും നിലവിലെ വെല്ലുവിളികൾ കണക്കിലെടുത്ത് വിഹിതം വീണ്ടും ഉയർത്തുകയായിരുന്നു. GDP-യുടെ ഏകദേശം 11% പ്രതിരോധത്തിനായി നീക്കിവെച്ചുവെന്നത് ശ്രദ്ധേയമാണ്. പ്രതിരോധ വിഹിതത്തിലെ സിംഹഭാഗവും വ്യോമയാന മേഖലയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. വിമാനങ്ങൾക്കും വിമാന എഞ്ചിനുകൾക്കുമായി 63,733 കോടി രൂപ മൂലധന നിക്ഷേപമായി നിശ്ചയിച്ചു. കേവലം ആയുധങ്ങൾ വാങ്ങുന്നതിൽ മാത്രമല്ല, സൈന്യത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിനും ബജറ്റ് ഊന്നൽ നൽകുന്നു. ഇന്ധനം, അറ്റകുറ്റപ്പണികൾ, ശമ്പളം എന്നിവയ്ക്കുള്ള വിഹിതത്തിൽ 17.24% വർധനവ് വരുത്തി. വിരമിച്ച സൈനികർക്കായുള്ള പെൻഷൻ തുക 6.53% വർദ്ധിപ്പിച്ച് 1.71 ലക്ഷം കോടി രൂപയാക്കി. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ ഉപകരണങ്ങളുടെ ആഭ്യന്തര നിർമ്മാണത്തിന് വലിയ പ്രോത്സാഹനമാണ് ബജറ്റിൽ നൽകിയിരിക്കുന്നത്. വിമാനങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി തീരുവ ഒഴിവാക്കിയത് ഈ മേഖലയിൽ ചെലവ് കുറയ്ക്കാൻ സഹായിക്കും. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് ഇന്ത്യയെ ഒരു പ്രതിരോധ കയറ്റുമതി കേന്ദ്രമാക്കി മാറ്റുക എന്ന ദീർഘകാല ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. കഴിഞ്ഞ മെയ് മാസത്തിൽ പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതിനേക്കാൾ വലിയ തുകയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള പ്രത്യേക സാഹചര്യത്തിൽ ഏകദേശം 5,000 കോടി രൂപയുടെ അധിക വർധനവ് സർക്കാർ ഗൗരവകരമായി പരിഗണിച്ചിരുന്നു. കഴിഞ്ഞ 26 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയുടെ പ്രതിരോധ ചെലവ് 40%-ലധികം വർദ്ധിച്ചതായി കാണാം. ഇത് രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷയ്ക്കും ആഭ്യന്തര ഭദ്രതയ്ക്കും സർക്കാർ നൽകുന്ന പരമമായ പ്രാധാന്യമാണ് വിളിച്ചോതുന്നത്.